നമസ്കാരം. ഞാൻ ഇന്ന് ഭയങ്കര ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷാണ് ഉണ്ടാക്കുന്നത്. മലയാളീസിന്റെ ഒരു യൂഷ്വൽ ഡിഷ് അല്ല. നമ്മൾ ഉപയോഗിക്കുന്ന ട്രഡീഷണൽ സ്പൈസസും ഇൻഗ്രീഡിയൻസ് ഒന്നും അല്ല ഇതിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാം ഫേവറേറ്റ് ലിസ്റ്റിൽ ആഡാവാൻ പോകുന്ന ഒരു ഡിഷ് ആയിരിക്കും ഇത്. വേറൊന്നുമല്ല, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോയും കോളിഫ്ലവറും കൂടി ചേർത്തിട്ട് ഒരു പൊടി മാസ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഒരു ചെറിയ കോളിഫ്ലവർ എടുത്ത് കഴുകി വൃത്തിയാക്കി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കുറച്ചു നേരം മാറ്റി വെക്കാം. ഇനി 4 പൊട്ടറ്റോ എടുത്തിട്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കോളിഫ്ലവറിന്റെ കൂടെ ഉപ്പും ചേർത്ത് പ്രഷർ കുക്കറിൽ 2 വിസിൽ വരുന്നിടം വരെ വേവിക്കാൻ വെക്കാം. ബേബി പൊട്ടറ്റോ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇവന്മാരാണ് നമ്മുടെ പൊടിമാസിന്റെ മെയിൻ താരങ്ങൾ. ഉഴുന്ന്, പൊട്ടുകടല, കപ്പലണ്ടി, കഴുകി വൃത്തിയാക്കിയ അരി എല്ലാം ഒരു പിടി വീതം. ഇനി ഒരു പാൻ എടുത്തിട്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 എണ്ണം ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ഏകദേശം ഒരു 3 മിനിറ്റ് ചെറിയ തീയിൽ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. നന്നായി വേവിച്ചെടുത്ത കോളിഫ്ലവറിന്റെ വെള്ളം വാർന്നു പോകാനായിട്ട് മാറ്റി വെക്കാം. അതോടൊപ്പം പൊട്ടറ്റോയുടെ സ്കിന്ന് റിമൂവ് ചെയ്ത് കളയാം. ഇനി സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സർ നന്നായി ആറിയതിന് ശേഷം മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് നൈസായി പൊടിച്ചെടുക്കാം. ഈ പരുവത്തിന് പൊടിച്ചെടുക്കണം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചെറിയ പീസുകളായിട്ട് ഉടഞ്ഞു പോവാതെ അരിഞ്ഞെടുക്കാം. ഇനി ഒരു ചെറിയ ഒനിയൻ എടുത്തിട്ട് സവാള ഗിരിഗിരി കുനുകുനാന്ന് ചോപ്പ് ചെയ്തെടുക്കാം. വീണ്ടും ഒരു പാൻ എടുത്തിട്ട് ഇപ്രാവശ്യം കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിക്കാം. 2 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. ഒരു പിടി തേങ്ങാപ്പൂൾ ഇട്ട് കൊടുക്കാം. വീണ്ടും കുറച്ചുകൂടി കപ്പലണ്ടിയും പൊട്ടുകടലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് ചെറിയ തീയിൽ വീണ്ടും നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കും. സവാള നന്നായി സോർട്ട് ആയതിനു ശേഷം പൊട്ടറ്റോയും കോളിഫ്ലവറും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പൊടിച്ചു വെച്ചിരുന്ന പൊടി കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കഷ്ണങ്ങൾ അധികം ഉടഞ്ഞു പോവാത്ത രീതിയിൽ നൈസായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതാ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വേറെ ഒരു മസാലയും ചേർക്കേണ്ട ആവശ്യമില്ല. ചപ്പാത്തിക്കും പൂരിക്കും ദോശയ്ക്കും ഒക്കെ സൈഡാക്കാൻ പറ്റിയ ഉഗ്രനൊരു പൊടിമാസ്. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ബൈ.